ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിമ ശബരിമാലയുടെ വളരെ ഉജ്ജ്വലമായ സംസാരങ്ങൾ നമ്മളുടെ മനസ്സിനോടാണ് അവർ സംസാരിച്ചത്. അങ്ങ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ കഥകളും വർത്തമാനങ്ങളും ഇങ്ങ് ഈ പെരുമ്പാവൂരിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് അവർ വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. ഫലസ്തീനിനെ കുറിച്ച്, ഫലസ്തീനികളെ കുറിച്ച് അഭിമാനത്തോടു കൂടി, അവരുടെ ഈമാനിനെ കുറിച്ചും അവരുടെ സബ്റിനെ കുറിച്ചും അവരുടെ ധീരതയെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈമാനിനെ കുറിച്ച്, നമ്മളുടെ ത്യാഗത്തെ കുറിച്ച്, നമ്മളുടെ സബ്റിനെ കുറിച്ച്, നമ്മളുടെ സമർപ്പണത്തെ കുറിച്ച്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും, കൺമുന്നിൽ സ്വന്തം മക്കള് കൊല്ലപ്പെടുന്നത് കാണുമ്പോഴും അള്ളാഹുവെ സ്തുതിക്കുന്ന ഉറച്ച ഈമാനുള്ള ഉമ്മമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തില് അൽഹംദുലില്ലാ എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എന്ന മൂർച്ചയേറിയ ചോദ്യങ്ങൾ അവർ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം സംഗമങ്ങൾ. ഈ സംഗമങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ മനസ്സിലെ ഈമാൻ വർദ്ധിക്കുന്നതായിരിക്കണം. ഈ സാമൂഹികമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും തീച്ചൂളയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിയുമ്പോൾ അവിടെ വളരെ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഈമാനികമായ കരുത്തും മനസ്സിന്റെ നിശ്ചയദാർഢ്യവും വർദ്ധിപ്പിക്കുന്നതായിരിക്കണം ഇത്തരം സംഗമങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെയാകണം ഈ പരിപാടിയുടെ റിസൾട്ടുകൾ. കഴിഞ്ഞ 1.5 മാസക്കാലമായി അല്ലെങ്കിൽ 2 മാസത്തോളമായി നമ്മൾ ഫലസ്തീനിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഓർമ്മകളിൽ, നമ്മളുടെ സംസാരങ്ങളിൽ, നമ്മളുടെ കേൾവികളിൽ, നമ്മളുടെ വായനകളിൽ, നമ്മളുടെ അന്വേഷണങ്ങളിൽ, നമ്മളുടെ പ്രാർത്ഥനകളിലൊക്കെ ഫലസ്തീനും ആ ഫലസ്തീനിലെ മക്കളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നിറഞ്ഞു നിൽക്കുന്ന ആ ഓർമ്മകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ന് മുമ്പും ഒക്ടോബർ 7-ന് ശേഷവുമെന്ന് ഇനിയുള്ള കാലത്തെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ നിലവില് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില അത്ഭുതങ്ങൾക്ക് ലോകം ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ തന്നെയാണത്. എന്താണ് ആ ഫലസ്തീനിന്റെ പോരാട്ടത്തിൽ നിന്ന് ഒക്ടോബർ 7-ന് ശേഷം ലോകത്തുണ്ടായിട്ടുള്ള പുതിയ അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ആ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ ധീരത തന്നെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നിലകൊള്ളുന്നത്. അത്രയേറെ സായുധ സജ്ജരായ, എല്ലാവിധത്തിലുള്ള ആയുധങ്ങളുമുള്ള, അതുപോലെ തന്നെ എല്ലാ ചാരക്കണ്ണുകളുമുള്ള, പുതിയതായി വികസിപ്പിച്ചെടുക്കുന്ന മുഴുവൻ ആയുധങ്ങളും കൈവശമുള്ള, അത്രയേറെ സൈനിക പിൻബലമുള്ള, അമേരിക്കയുടെ അടക്കം സപ്പോർട്ടുള്ള, അങ്ങനെ ഏറ്റവും വലിയ ലോകത്തിലെ സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിലെ, അവരുടെ ശക്തിയേറിയ ബോംബാക്രമണത്തിനും കടന്നുകയറ്റത്തിനും മുന്നിലെ പിടിച്ചു നിൽക്കുന്ന, അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന, അവസാനം അവർക്ക് മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു കാഴ്ചക്ക് ലോകം ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞു പ്രദേശം, ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇന്ന് ലോകത്ത് അത് കേവലം ഒരു നാടിന്റെ പേരല്ല, ഒരു പ്രദേശത്തിന്റെ പേരല്ല, മറിച്ച് അതൊരു പര്യായ പദമാണ്.
ധീരതയുടെ, സമർപ്പണത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, പ്രതിരോധത്തിന്റെ പര്യായമായിട്ടാണ് ഇന്ന് ഗസയും ഫലസ്തീനും ഒക്കെ ലോകത്തറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ധീരമായ ഒരു ഏടാണ് ചരിത്രത്തിലേക്ക് അവർ എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്നത്. ലോകം അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഇത്രയേറെ സായുധ ശക്തിയുള്ള, രഹസ്യാന്വേഷണ വിഭാഗമുള്ള, ഇത്രയേറെ കഴിവുള്ള, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിന് എന്തുകൊണ്ടാണ് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ കൈവശമായി അത്തരം സാങ്കേതിക വിദ്യകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കൊച്ചു സംഘത്തെ പരാജയപ്പെടുത്താൻ, അവരുടെ സംവിധാനങ്ങളെ തകർക്കാൻ കഴിയാതെ പോയത് എന്ന് അവർ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നെതന്യാഹു പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ, യുദ്ധത്തിന് ശേഷം ഗാസയെ എങ്ങനെ ഭരിക്കണം എന്നതാണ് ഇസ്രയേൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് നെതന്യാഹു പറഞ്ഞിടത്ത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഗാസ എന്ന് പറഞ്ഞാൽ ആ ഗാസ സിറ്റിയിൽ തന്നെയാണ് ഖസ്സാം ബ്രിഗേഡിന്റെ അതിന്റെ ഭടന്മാരെ ബന്ദികളുമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്ന കാഴ്ചകളാണ്. ഇത്രയേറെ ദിനങ്ങൾ പിന്നിട്ടിട്ടും ആ ഗാസ സിറ്റി പോലും കൈയടക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ നിയന്ത്രണം പോലും ഇസ്രയേലിന്റെ കയ്യിലില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബന്ദി കൈമാറ്റത്തിന്റെ ആ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗാസത്തിന്റെ അടിയിലെ, അല്ലെങ്കിൽ ഫലസ്തീനിന്റെ മണ്ണിലെ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. ആ തുരങ്കങ്ങളിലെ ഇത്ര ദിവസങ്ങളോളം ഇസ്രയേലിന്റെ ബന്ദികളെ പാർപ്പിച്ചിട്ടിട്ട് ഇത്രയേറെ നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അതിനെ കണ്ടെത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഒരൊറ്റ ബന്ദിയെ പോലും മോചിപ്പിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നിടത്താണ് ലോകം അത്ഭുതം കോരുന്നത്. അത്തരം ചില അത്ഭുതങ്ങൾക്ക് ചരിത്രം ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ വായിക്കുന്നവരാണ് നമ്മള്. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജീവിച്ചിട്ടുള്ളത് എന്ന വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് വർത്തമാന കാലത്ത് നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കണം, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഹമാസിന് മുന്നിൽ സന്ധിക്ക് തയ്യാറായി എന്നത് തന്നെ അവര് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കാരണം അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ സൈനികമായ ഓപ്പറേഷനിലൂടെ ബന്ദികളെ മുഴുവൻ വിമോചിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഗാസയെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരങ്ങോട്ട് കാലുകുത്തിയത്. പക്ഷേ അത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്രയേൽ സൈനികരെ മറമാടുന്ന അവരുടെ ഖബറിസ്ഥാനിലേക്ക് ഓരോ ദിവസവും ഇസ്രയേൽ ഭടന്മാരുടെ ചേതനയറ്റ ശരീരങ്ങളാണ് ചെന്നുകൊണ്ടിരുന്നത്. ഇസ്രയേലിലുള്ള ആളുകൾ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഒരൊറ്റ ദിവസം മാത്രം 36 ഇസ്രയേൽ സൈനികര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാഴ്ചകൾക്ക് അവിടെ സാക്ഷ്യം വഹിച്ചത് ഒരു അത്ഭുതമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ആ ജനത ഈ പറയുന്ന ആക്രമങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിന്നത് ലോകത്ത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ഒരുപാട് യുദ്ധങ്ങളുടെ വാർത്തകൾ കേൾക്കാറുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്ന അത്തരം സംഭവങ്ങൾ വീക്ഷിക്കുന്നവരാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്ക് ആ നാടുകളിലുള്ള ജനങ്ങളെ എല്ലാം പെറുക്കിയെടുത്ത് പലായനം ചെയ്യുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നാട് വിട്ടു പോകുന്ന ആളുകളെ കുറിച്ച്. പക്ഷെ ഫലസ്തീനിൽ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. നിരന്തരമായി ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടം വിട്ട് പോകണമെന്ന് നോട്ടീസ് ഇറക്കുമ്പോഴും ഞങ്ങളെ ഈ ഭൂമി വിട്ട് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അത് ആകാശ ലോകത്തേക്ക് മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അടിയുറച്ചു നിന്ന ഒരു ജനത ലോകത്തിന് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, കൺമുന്നിൽ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോ, അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുമ്പോ അവിടെ പതറിപ്പോകാതെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ആ പോരാട്ട വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി പറഞ്ഞുകൊണ്ട് പോരാട്ട മൈതാനിയിലേക്ക് ഇറങ്ങുന്ന അവിടുത്തെ ചെറുപ്പക്കാരുടെ, അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങളെ, അത് നിലപാടുകളെ ലോകത്ത് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 3 വയസ്സായ കുഞ്ഞു പെങ്ങളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന 5 വയസ്സുകാരനായ സഹോദരനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. എന്റെ പൊന്നുമോളെ മരിച്ചു കിടക്കുമ്പോ ആ മോളെ മാറോട് ചേർത്തുകൊണ്ട് അവസാനമായി
മോളുമായി ആ മോളുടെ കൂടെ ഒരു സെൽഫി എടുത്തുകൊണ്ട് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് യാത്രയയക്കുന്ന പിതാവിന്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. പൊന്നുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണിൽ ഉമ്മ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഉപ്പമാരെ നമ്മൾ കാണുകയാണ്. മക്കള് മരിച്ചു കിടക്കുമ്പോ അൽഹംദുലില്ലാ ശുഹദാക്കളുടെ മാതാവാകാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷത്തോടു കൂടി പറയുന്ന ഉമ്മമാരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം വളരെ അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയാകാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് ഇങ്ങനെ സാധിക്കുന്നത്? അവര് പരിശോധിക്കാൻ തുടങ്ങി, അവര് പഠിക്കാൻ തുടങ്ങി. ഇന്ന് യൂറോപ്പിലെ ആളുകൾ അന്വേഷിക്കുകയാണ് ഫലസ്തീനുകാരുടെ, ഗാസയിലെ ജനങ്ങളുടെ ധീരതയുടെ കാരണം എന്താണ് എന്ന്. അങ്ങനെ അവര് കണ്ടെത്തിയിരിക്കുന്നു അത് വിശുദ്ധ ഖുർആനാണ് അതിന്റെ പിന്നിലെ എന്ന്. എന്നിട്ട് അവർ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. നമ്മളെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങളുടെ ഇടയിലെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, യൂറോപ്പിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഞാൻ വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫലസ്തീനുകാരുടെ നിലപാടിന്റെ പിന്നിലുള്ള ചേതോവികാരവും പ്രചോദനവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വിശുദ്ധ ഖുർആനിൽ ഞാൻ വായിക്കുകയുണ്ടായി. അല്ലാഹുവിനെ കുറിച്ച് അതിൽ പറയുന്ന വാചകങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അല്ലാഹു അവർ ചെയ്യുന്ന കാര്യം ഈ അതിക്രമികാരികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അതൊന്നും അല്ലാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന വാക്കുകൾ ഞാൻ വായിച്ചപ്പോ എന്തുകൊണ്ടാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നതിന്റെ ഉത്തരം എനിക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെ ഖുർആൻ വായിച്ച് ചിലരൊക്കെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഷഹാദത്താണ്. ഒന്ന് ഷഹാദത്തുൽ ഹഖാണ്, മറ്റൊന്ന് അവരുടെ തന്നെ ഷഹാദത്താണ്. അതായത് അവര് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ പ്രബോധനം അവരുടെ ജീവിതം കൊണ്ട് നിർവഹിക്കുകയാണ്. അവരുടെ നിലപാട് കൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ് എന്ന് ലോകത്തിന് തന്നെ വെളിച്ചം നൽകുന്ന രൂപത്തിലെ അവരുടെ ജീവിതം കൊണ്ട് ഷഹാദത്തുൽ ഹഖ് നിർവഹിക്കുമ്പോ സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്തുകൊണ്ട് ഷഹാദത്തെ രക്തസാക്ഷ്യം കൂടിയാണ് അവർ നിർവഹിക്കുന്നത്. രണ്ടു തരത്തിലുള്ള ഷഹാദത്തുകളും നിർവഹിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിലെ അത്ഭുതമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അത്ഭുതം എന്നത് ബന്ദി കൈമാറ്റത്തിന്റെ കാഴ്ചകളാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, ബന്ദികളാക്കി വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ബന്ദികളാക്കി വെക്കുന്ന സമയത്ത്, അവരെ വിമോചിപ്പിക്കുന്ന സമയത്ത് ആ ബന്ദികളുടെ മാനസികാവസ്ഥകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ അനുഭവങ്ങൾ അവർ വിവരിക്കാറുണ്ട്. അവര് ഏറ്റിട്ടുള്ള ബന്ധനത്തിൽ അവർ കേൾക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച് അവര് പലപ്പോഴും പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ലോകം വീണ്ടും അത്ഭുതപ്പെടുകയുണ്ടായി. അവിടെ രണ്ട് സംസ്കാരങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയ ഫലസ്തീനികളെ അവര് കൈമാറുന്ന രംഗമാണ്. അവരുടെ ജയിലിൽ കൊണ്ടുപോയി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് അവശരാക്കിയ അവരുടെ കഴുത്തൊക്കെ ഞെക്കിപ്പിടിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ ഉന്തിയും തള്ളിയും ഒക്കെയാണ് അവരെ കൈമാറുന്നത്. എന്നാൽ അപ്പുറത്തൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനുകാർ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഇസ്രായേലികളെയും മറ്റു രാജ്യക്കാരായ ബന്ദികളെയും കൈമാറുന്നത് എത്ര സുന്ദരമായിട്ടാണ്. അവര് യാത്രാമൊഴി പറയുകയാണ്, അവരെ ആലിംഗനം ചെയ്യുകയാണ്, അവരെ നെറ്റിയിൽ ചുംബിക്കുകയാണ്. ഒരു മാതാവ് ഹമാസിന് നന്ദി പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നുണ്ടല്ലോ, എന്റെ മകൾ നിങ്ങളുടെ കസ്റ്റഡിയിലായിരുന്നല്ലോ, പക്ഷേ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. എന്റെ മകളെ നിങ്ങളെ ഗാസയിലെ രാജ്ഞിയായിട്ടാണല്ലോ താമസിപ്പിച്ചത്, അതിനെന്റെ നന്ദി എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലുള്ള ഒരു മാതാവ് ഹമാസിന് കത്തെഴുതിയത് നമ്മൾ വായിച്ചതാണ്. ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില അത്ഭുതങ്ങൾക്ക് ലോകം ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇസ്ലാം തന്നെയാണ് അവിടെ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. കാരണം അവര് പൊരുതിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു നാടിന്റെ ജനിച്ച മണ്ണിന് വേണ്ടിയിട്ട് എന്നത് മാത്രമല്ല, അവരുടെ ഒരു സംസ്കാരത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്, അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്, അവരുടെ ദീനിന്റെ അടയാളങ്ങൾ ഷായിറുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോ ആ വിശ്വാസത്തിന്റെ പ്രതിനിധാനം കൂടി അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയത്തിന്റെ പ്രതിനിധാനം കൂടിയാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിനേറ്റത് വലിയ നഷ്ടങ്ങളാണ്. നേരത്തെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളല്ലോ, പ്രത്യക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോ ഫലസ്തീനികളുടെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ
ആ പ്രത്യക്ഷമായ നഷ്ടങ്ങളുടെ കണക്കിനപ്പുറമാണ് ഇസ്രയേലിന് ഏറ്റിട്ടുള്ള നഷ്ടത്തിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്. ലോകത്തിന് മുന്നിലെ ഇസ്രയേലിനെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു മുമ്പ് കാലത്തൊക്കെ. ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള, ഏറ്റവും കഴിവുകളുള്ള, ഏറ്റവും നന്നായി രഹസ്യാന്വേഷണം നടത്താൻ കഴിയുന്ന, നൂതനമായ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന, ലോകത്ത് ആരെയും കൊല്ലാൻ കെൽപ്പുള്ള, അങ്ങനെ മൊസാദിന്റെ അതിന്റെ നിയന്ത്രണമുള്ള ഒരു രാജ്യത്തെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലോകം. പക്ഷേ ഒക്ടോബർ 7-ന് അതെല്ലാം അങ്ങ് തകർന്ന് തരിപ്പണമായി. ഖാലിദ് മിഷൽ പറഞ്ഞതുപോലെ ചിലന്തി വല പോലെയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ചിലന്തി വല ഒന്ന് തൊട്ടപ്പോഴേക്ക് അത് തകർന്നു വീഴുകയുണ്ടായി. അങ്ങനെയാണ് ലോകത്തിന് മുന്നിലെ ഇസ്രായേലിന്റെ യാഥാർത്ഥ്യത്തെ അനാവരണം ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അവർക്ക് ഓരോ ദിവസവും കോടിക്കണക്കിന് കാശാണ് അവര് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തികമായ തകർച്ചയിലേക്ക് ഇസ്രയേൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 40,000-ഓളം കമ്പനികളെ സർക്കാരിനോട് നഷ്ടപരിഹാരം ചോദിക്കുന്ന ഘട്ടങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരുന്ന യാത്രക്കാരിലെ 80% കുറവ് സംഭവിച്ചതായിട്ട് അവിടെ കണക്കുകൾ രേഖപ്പെടുത്തുകയാണ്. അവിടെ തന്നെയുള്ള ആളുകളെ ഗവൺമെന്റിനെതിരെ, സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം നമ്മൾ ഫലസ്തീനിലേക്കൊന്ന് നോക്കുക. അത്രയേറെ നഷ്ടങ്ങൾ ഉണ്ടായ, അത്രയേറെ കെട്ടിടങ്ങൾ തകർന്നുപോയ, അത്രയേറെ മനുഷ്യർ മരിച്ചു വീണിട്ടുള്ള ആ ഒരു സമയത്തും അവരാരും ഇതിന്റെ കാരണക്കാര് ഹമാസ് ആണെന്ന് പറയുന്ന ഒരു വർത്തമാനവും നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നില്ലല്ലോ. ഒരു പ്രതിഷേധവും, ഹമാസിനെതിരെ ഒരു പ്രതിഷേധവും അവിടെ നമ്മൾ കാണുന്നില്ല. അവരുടെ ഒരാളുടെ വാക്കിൽ പോലും ആ സങ്കടമോ അല്ലെങ്കിൽ ഞങ്ങളെ ചെയ്തത് തെറ്റായി പോയി എന്ന വാക്കുകളോ പറയുന്നില്ല. മറിച്ച് ആത്മവിശ്വാസമുള്ള അവരെല്ലാം ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹമാസിന്റെ ലീഡറായ ഇസ്മയിൽ ഹനിയ, അദ്ദേഹത്തിന്റെ ചെറുമകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചെറുമക്കളെ കൊല്ലപ്പെട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോ ഇസ്മയിൽ ഹനിയ പറയുന്ന ഒരു മറുപടിയുണ്ട്, എന്റെ ഫലസ്തീനിലുള്ള എല്ലാ മക്കളും എന്റെ മക്കളാണ്. ഇതാണ് അവരുടെ നേതാക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അങ്ങനെയുള്ള വലിയൊരു ഐക്യം അവർക്കിടയിൽ രൂപപ്പെട്ടത് തന്നെയാണ് ഈ പറയുന്ന പോരാട്ടത്തിന് വലിയ സഹായമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴാണോ ഐക്യപ്പെട്ട് നിൽക്കുന്നത് അപ്പോഴേ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ഭിന്നിച്ചു പോകുന്നത്, നിങ്ങൾ എപ്പോഴാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്കിടയിലുള്ള ഛിദ്രതകൾ ഉണ്ടാകുന്നത്, അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലസ്തീനികൾക്ക്, ഗാസയിലുള്ളവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അവരുടെ പോരാട്ടങ്ങൾക്ക് സഹായമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവര് ഒരുമിച്ച് നിന്നുകൊണ്ട്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടത്തില് അവര് പങ്കുവഹിക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് കാരണമായി മാറുന്നു എന്നതുകൂടി അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചില അധ്യാപനങ്ങള് ഈ ഘട്ടത്തിൽ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. ജൂതന്മാരെ കുറിച്ച്, അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇതിനോട് ചേർത്ത് വെച്ചാൽ നമുക്കത് വായിക്കാൻ കഴിയും. ഖുർആൻ പറയുന്നുണ്ട്, അവര് ജീവിതത്തോട്, ഭൗതിക ജീവിതത്തോട് അത്രയും ആർത്തിയുള്ള ഒരു സമൂഹമാണ് അവര്. മരണത്തോട് ഭയമുള്ള ആളുകളാണ് അവര്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുകയാണ്, ജീവിതത്തോട് അത്രയും ആർത്തിയുള്ള ഒരു സമുദായമാണ് അവര്, ഒരു വിഭാഗമാണ് അവര്. ഒരാൾക്ക് 1000 വർഷം ആയുസ് നൽകുമെന്ന് തീരുമാനിച്ചാലേ അത് ആഗ്രഹിച്ചു പോകുന്നവരാണ് അവര് എന്ന് പറയുന്നുണ്ട്. അതായത് ജീവിതത്തോട് കൊതിയുള്ളവരാണ്. ജീവിതത്തോട് അത്രയത്രം കൊതിയുള്ളവർക്ക് മരണത്തോട് ഭയമായിരിക്കും. ആ മരണത്തിന്റെ ഭയമാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് എപ്പോഴും ഇപ്പോൾ സൈറനിന് കീഴിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളാണ് അവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ജൂതന്മാരായ ആളുകളെ ഇങ്ങനെ ഈ സയനിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നവർ കുടിയിരുത്തിയിട്ടുള്ളത്. ഫലസ്തീനികളെ അടിച്ചോടിച്ച് അവരുടെ വീടുകളും
നഗരങ്ങളും അവരുടെ സ്ഥലങ്ങളും കണ്ടുകെട്ടി അവിടെ ഇസ്രയേലിന്റെ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിയിട്ട് പണവും ജോലിയും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ട് അവിടെ കുടിയേറിയിട്ട് അവർ നിങ്ങൾക്കിതാ ഞങ്ങൾ എല്ലാ സുരക്ഷയും നൽകിയിരിക്കുകയാണ്, ഒരു മിസൈലും നിങ്ങൾക്ക് മേൽ പതിക്കുകയില്ല, നിങ്ങൾക്ക് മേൽ വിരിഞ്ഞു നിൽക്കുന്ന അയൺഡോമിന്റെ സംരക്ഷണത്തിലെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് അവിടെ കൊണ്ടുവന്ന് കുടിയേറി പാർപ്പിച്ചത്. പക്ഷേ ഇന്ന് ആ വാഗ്ദാനം അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഓരോ സമയത്തും എവിടെ നിന്നും മിസൈൽ വന്ന് വീഴാം എന്ന് പറയുന്ന ഒരു പ്രതീതിയിൽ അവർ ജീവിക്കുകയാണ്. മരണത്തെ അത്രമേൽ ഭയക്കുന്ന ഒരു കൂട്ടർക്ക് ആ ഭീതിയിൽ ജീവിക്കാൻ കഴിയില്ല. അവര് തിരിച്ചുപോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏത് നാട്ടിൽ നിന്നാണോ, ഏത് രാജ്യത്ത് നിന്നാണോ ഇസ്രയേലിന്റെ സയനിസ്റ്റ് അജണ്ടയുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുകൊണ്ട് ഇസ്രയേലിലേക്ക് കുടിയേറിയത്, അവരിപ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷന്റെ ഘട്ടത്തിലാണ്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന് ഇനി കാര്യങ്ങൾ അങ്ങനെ എളുപ്പമാവുകയില്ല. അതാണ് ഒക്ടോബർ 7 ശേഷം ഇനി പഴയതുപോലെയാകില്ല എന്നതാണ് ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്, ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനൻ ഔ മിൻ വറാഇ ജുദർ. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെയും അവർ വളരെ സുരക്ഷിതമായ ചില കോട്ടകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു മറക്ക് പിന്നിലെ ഒരു മതിലിന് പിന്നിൽ നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യുകയുള്ളൂ. നേരിട്ട് നിങ്ങളോട് ഏറ്റുമുട്ടാൻ അവർക്ക് പേടിയായിരിക്കും എന്നുള്ളത് അത് നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. അവരെ ആകാശ യുദ്ധം നടത്തിയ സമയത്ത് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരിങ്ങനെ മിസൈൽ വിടുകയായിരുന്നു. അങ്ങനെ മിസൈൽ വിട്ട് ഒടുവിൽ ബന്ദികളെ വിമോചിപ്പിക്കണമെന്ന ഘട്ടത്തില് അതിന് ഭൂമിയിലേക്ക് ഇറങ്ങാനല്ലാതെ രക്ഷയില്ല എന്ന് കണ്ടപ്പോ കരയുദ്ധത്തിലേക്ക്, നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് അവർ ഇറങ്ങിയപ്പോ അവരുടെ പദ്ധതികളെല്ലാം തകർന്നു പോവുകയുണ്ടായി. അവർക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയാതെ പിന്മാറേണ്ടി വരുന്ന കാഴ്ചകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അവരെപ്പോഴും ഏറ്റുമുട്ടുമ്പോ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്നുകൊണ്ടേ നിങ്ങളോട് പൊരുതുകയുള്ളൂ. നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ധീരത അവർ കാണിക്കുകയില്ല എന്നത് നമ്മൾ ഈ യുദ്ധത്തിന്റെ റിസൾട്ട് പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അവിടെ പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇസ്രയേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെയാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ഭുതം കൂറാറുണ്ട്. അല്ലെങ്കിൽ ആളുകൾ അത്ഭുതം കൂറിയിട്ട് പറയാറുണ്ട്, അത് അവരുടെ ശക്തി കൊണ്ടാണ്, കരുത്തുകൊണ്ടാണ്, അവര് സ്വന്തമായിട്ട് ലോകത്തെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ കരുത്താണ് എന്ന്. അങ്ങനെയൊന്നുമല്ല എന്ന് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ, സാമ്രാജ്യത്വ ശക്തികളുടെ സപ്പോർട്ടില്ലാതെ ഇസ്രയേലിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച ഒരു പോരാട്ടത്തിന്റെ ദിനങ്ങൾ കൂടിയാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങൾ മുതലേ അമേരിക്കൻ സൈനികരെ അവിടെ നേരിട്ടെത്തി ആ യുദ്ധത്തിൽ പങ്കാളികളായിട്ട് അമേരിക്കയുടെ ആയുധങ്ങളെ സഹായിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, അവര് നിലനിൽക്കുകയാണെങ്കിൽ ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു കയറും ജനങ്ങളിൽ നിന്നുള്ള ഒരു കയറും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഒരു ഖദർ എല്ലാവരുടെ നിലനിൽപ്പിലും ഉണ്ടാകും. എന്നാൽ ജനങ്ങളുടെ ഒരു സഹായത്താലാണ് അവർ നിലനിൽക്കുക. ആ ജനങ്ങളുടെ സഹായം എന്നാണോ നിന്നു പോകുന്നത് അന്നതില്ലാതായി പോകും, അവരുടെ ശക്തി ചോർന്നു പോകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് ലോകത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ അധികാരവും ആധിപത്യവുമുള്ള രാജ്യങ്ങളെ ആ അധികാരികൾ നൽകുന്ന പിന്തുണ ഇസ്രയേലിനുണ്ട്. മുമ്പ് അധികാരികളുടെ പിന്തുണ മാത്രമായിരുന്നില്ല, ലോകത്തുള്ള ഒരുപാട് മനുഷ്യരുടെ, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ജനങ്ങളും ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഹോളോകോസ്റ്റിലെ ജൂതന്മാരെ ഒരുപാട് ആളുകൾ ഹിറ്റ്ലറിന്റെ കൈകളാൽ, നാസി ഭീകരതയാൽ, അതിന്റെ എല്ലാ ഭീകരതയാലും ധാരാളക്കണക്കിന് ജൂതന്മാർ ലോകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് പീഡനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജൂതന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ പൊതുവിലെ ലോകത്തുള്ള ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് തകർന്നു പോയിട്ടുണ്ട്. എത്രയേറെ ഹിറ്റ്ലർ ജൂതന്മാരോട് കാണിച്ച ക്രൂരതകൾ ഉണ്ടല്ലോ, ആ ക്രൂരതകളെക്കാളും ഭയാനകമായ ക്രൂരതകളാണ് ഫലസ്തീനികളോട് അവർ യുദ്ധത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെടിവെച്ചു കൊല്ലുന്ന, അവരെ കൊല്ലുന്ന അത്തരം നടപടികളുമായിട്ട് ഇസ്രയേൽ മുന്നോട്ട് പോയപ്പോ ലോകത്ത് മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരെ ഫലസ്തീനോടൊപ്പം നിൽക്കാൻ തുടങ്ങി. അമേരിക്കയുടെയും അതുപോലെ തന്നെ ലണ്ടനിലെയും അങ്ങനെ തുടങ്ങി ലോകത്തുള്ള വലിയ വലിയ രാജ്യങ്ങളുടെ
പട്ടണങ്ങളിലെ ഫലസ്തീനിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒത്തുകൂടിയിട്ടുള്ളത്. ഇപ്പോഴും ആ ഒത്തുകൂടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികൾ അവരുടെ നയങ്ങൾ ചിലപ്പോൾ തിരുത്തേണ്ടി വരുന്ന രൂപത്തിലേക്ക് സമ്മർദ്ദങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ സമ്മർദ്ദങ്ങളെ, ഇസ്രയേലിനെതിരായി വരുന്ന ഈ സമ്മർദ്ദങ്ങളെ, ആ സമ്മർദ്ദങ്ങളെ മുഖവിലക്കടക്കാൻ അധികാരികൾ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ പിന്നെ ഇസ്രയേലിന് നിലനിൽക്കാൻ കഴിയില്ല. വീറ്റോ പവർ കൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ചെയ്തികളെ അവർക്ക് ന്യായീകരിക്കാനും അവരുടെ ചെയ്തികൾ തുടരാനും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ എത്തിപ്പെടും. നമ്മളുടെ ദൈവശാസ്ത്രപരമായിട്ട് കൂടി നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനതയാണല്ലോ. കാരണം ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവ വികാസങ്ങൾ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ്, അന്ത്യനാളിന് മുമ്പ് ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അധികവും സംഭവിക്കുന്ന ഇടം ബിലാദുഷാം എന്ന് പറയുന്ന ഇടമാണ്. ബിലാദുഷാം എന്ന് പറയുന്നത് ഇസ്രയേലും ലബനാനും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന പ്രദേശത്തിനാണ് ബിലാദുഷാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില ചരിത്ര സംഭവങ്ങളുടെ അരങ്ങ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ കൂടിയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരിക്കൽ കൂടി ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വരുന്ന ഒരു കാലം വരാനുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം വന്ന് അനീതിയുടെയും അക്രമത്തിന്റെയും ശക്തികളെ ഇല്ലാതാക്കി ലോകത്ത് നീതി പുലരുന്ന ഒരു ലോകത്തെ സ്ഥാപിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്നുള്ളതാണ്. ഈസാ നബിക്ക് മുമ്പ് ദജ്ജാൽ ഇറങ്ങി വരും. ആ ദജ്ജാലിന്റെ കീഴിലെ സയനിസ്റ്റുകളായ ജൂതന്മാർ അണിനിരക്കുന്ന കാഴ്ചകളെ കുറിച്ചുള്ള സൂചനകൾ ഹദീസുകളിലുണ്ട്. അവരെ കൂട്ടം കൂട്ടമായിട്ട് ദജ്ജാലിന്റെ കൂടെ അണിനിരന്നുകൊണ്ട് വിശ്വാസികൾക്ക് നേരെ യുദ്ധം ചെയ്ത് അവരുടെ പല പ്രദേശങ്ങളും കൈയടക്കി ആളുകളെ കൊന്നൊടുക്കി ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ദിവസം ദമസ്കസിന്റെ വെള്ളമിനാരങ്ങളിൽ, അവിടെയുള്ള പള്ളിയുടെ വെള്ളമിനാരങ്ങളിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. അങ്ങനെ അന്ന് സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളോടൊപ്പം പള്ളിയിൽ ഒരുമിച്ച് കൂടും. അവിടുത്തെ ഇമാമിനൊപ്പം ചേർന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ വലിയ സൈന്യത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ചെല്ലും. ഈസാ നബിയെ കാണുന്ന മാത്രയിൽ ദജ്ജാലെ വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ അങ്ങ് അലിഞ്ഞു പോകും. ദജ്ജാല് പിന്മാറും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇസ്രയേലിലേക്കാണ് ഓടുക. അതിന് പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ഈസാ നബിയും ചെല്ലും. അങ്ങനെ ഇസ്രയേലിലുള്ള ലുദ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ചുകൊണ്ട് ദജ്ജാലിനെ പിടികൂടി വധിച്ചു കളയുന്ന സംഭവങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാലങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാലങ്ങളാണ്. അസത്യത്തിന്റെയും അക്രമത്തിന്റെയും ശക്തികളെ ഇല്ലാതാക്കിയിട്ട് നീതി പുലരുന്ന ഒരു കാലം വരുന്നതിന്റെ പ്രതീക്ഷകളും സൂചനകളും ഒക്കെ ആ ദൈവശാസ്ത്രപരമായിട്ട് കൂടി അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നിരാശ ബാധിക്കേണ്ടതില്ല. ചിലരൊക്കെ പറയാറുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നത്? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ എത്ര കുനൂത്തുകൾ ഓതുന്നുണ്ട്, നമ്മൾ എത്ര കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകത്ത് എത്ര മനുഷ്യര് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടെന്തേ ഇപ്പോഴും അതിക്രമികളായ ആളുകളുടെ കാര്യങ്ങൾ മാത്രം നടക്കുന്നു എന്നൊക്കെ ചിലരെ വേവലാതിപ്പെടാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ ഈ ലോകത്ത് ഈ ദുനിയാവിൽ ചില നടപടിക്രമങ്ങളുണ്ട്. സുന്നത്തുള്ള എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങള് അത് ചിലപ്പോ പ്രത്യക്ഷമായിട്ട് മാത്രം കാര്യങ്ങളെ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. അള്ളാഹു തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴും തിന്മകൾ ചെയ്യുന്ന, അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകളെ ആ അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പിടികൂടുക എന്ന ഒരു രീതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു ചില സമയങ്ങൾ അനുവദിച്ചു കൊടുക്കും. ഏതക്രമിക്കും, ഏത് അധർമ്മകാരികൾക്കും അള്ളാഹു ചില സമയങ്ങൾ അവധി നീട്ടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു വശത്ത് അവരോടുള്ള ഒരു ദൈവികമായ കാരുണ്യത്തിന്റെ ഭാഗമാണ്. കാരണം ഏതക്രമിയായ മനുഷ്യനായാലും എത്ര അധർമ്മികാരിയായ മനുഷ്യനായാലും ആ മനുഷ്യൻ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരണം എന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു സമയം നീട്ടിക്കൊടുക്കുന്ന രീതിയുണ്ട്. സമയം നീട്ടിക്കൊടുക്കുന്നതിന്റെ രണ്ടാമത്തെ രീതി
എന്ന് പറയുന്നത് ഈ അക്രമകാരികളായ ആളുകളെ അവരെത്രമാത്രം തങ്ങളുടെ അക്രമത്തിൽ മുന്നോട്ട് പോകും എന്നത് നോക്കാൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു നോട്ടം അല്ലാഹു ഇവരുടെ മേലുണ്ട്. അതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ അതിക്രമികരായ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണ്, അല്ലാഹു ഇതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ദിവസത്തേക്ക് അവർക്ക് അവധി നീട്ടിക്കൊടുക്കുക മാത്രമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. അല്ലാഹു ഇതൊക്കെ കണക്ക് വെക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ആ കണക്ക് വെച്ച് ഇതൊക്കെ കണ്ട് ആ അതിക്രമത്തിന്റെ കൂട്ടുനിന്നവരെ, അതിക്രമം ചെയ്തവരെ, അവരെക്കെല്ലാം കണക്ക് തീർക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിരാശരാകാതെ മുന്നോട്ട് പോകുക എന്നതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടി ഇതിന്റെ പാഠങ്ങൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞത്. വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മളുടെ ഈമാനിനെ കുറിച്ച് ആലോചിച്ച് നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മളുടെ സമർപ്പണത്തെ, നമ്മളുടെ ത്യാഗത്തെ, നമ്മളുടെ ജീവിതത്തെ നമ്മൾ അളന്നു നോക്കണം. നമുക്കെല്ലാം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ. ഏത് സ്വർഗത്തിലാണ് നമുക്ക് പോകാനുള്ളത്? ഈ ഫലസ്തീനികൾ പോകുന്ന സ്വർഗത്തിലേക്കാണല്ലോ. സ്വന്തം മക്കളെ കൊല്ലപ്പെടുമ്പോ ഷഹീദായതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ആ പിഞ്ചു മക്കളുമൊക്കെ ഓടിക്കളിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്കങ്ങനെ വെറുതെ കടന്നു ചെല്ലാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതിക്രമത്തിന്റെയും അനീതികളുടെയും ശക്തികൾക്ക് മുന്നിലെ പതറാതെ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലെ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സംഭവ വികാസങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെ. ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ ചില സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന നിയമങ്ങളെ, നടപ്പാക്കുന്ന രീതികളെ, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെ, അതിലെ ജയിലിൽ കിടക്കുന്ന നിരപരാധികളായ ആളുകളെ, ജീവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സ്വന്തം വീടുകളെ ബുൾഡോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏതോ പ്രദേശത്ത് ഏതോ ദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് മാത്രം നമ്മൾ വിലയിരുത്തേണ്ടതില്ല. പരീക്ഷണങ്ങളുടെ നാളുകൾ നമ്മളെയും തേടി വന്നേക്കാം. അങ്ങനെ നമ്മളെ പരീക്ഷണങ്ങൾ തേടി വരുന്ന നാളിൽ എന്റെ നിലപാട് എന്തായിരിക്കും എന്നത് നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. ഏത് ഘട്ടത്തിലായാലും അന്തസ്സോടുകൂടി എഴുന്നേറ്റ് നിൽക്കും എന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകം ഇന്ന് ഹമാസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഹമാസ് എന്ന് പറയുന്ന പോരാട്ട പ്രസ്ഥാനം രൂപം കൊള്ളുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അവർക്ക് ചില നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാർ കടന്നുപോയ ചില പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തില് അവരെങ്ങനെയാണ് ആ പരീക്ഷണങ്ങളെ നേരിട്ടത് എന്ന് പഠിച്ചുകൊണ്ടാണ് അവിടുത്തെ പുതിയ തലമുറ ആ പോരാട്ട വഴിയിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ഷഹീദ് അഹമ്മദ് യാസീനെ കുറിച്ച്, ഹമാസിനെ കുറിച്ച് പഠിക്കുമ്പോ ഷഹീദ് അഹമ്മദ് യാസീനെ കുറിച്ച് പഠിക്കാതെ പോകരുത്, നമ്മൾ വായിക്കാതെ പോകരുത്. ആരായിരുന്നു അഹമ്മദ് യാസീൻ എന്ന് പറയുന്നത്? 2004 മാർച്ച് 22 ഗസയിൽ ഒരാളും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല. സങ്കടവും ആവേശവും ഒക്കെ ഒരുമിച്ച് നിന്ന ഒരു പ്രത്യേകമായ വൈകാരിക അന്തരീക്ഷം അവിടെ അന്ന് നിലനിന്നിരുന്നു. കാരണം അന്ന് സുബഹിക്ക് ശേഷം മസ്ജിദ് മുജമ്മഇന്റെ മുറ്റത്ത് ചെതറിത്തെറിച്ചത് ശരീരമനക്കാൻ കഴിയാത്ത ഏതോ ഒരു വയോധികന്റെ ജീവൻ മാത്രമായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പോരാട്ടങ്ങൾക്ക് നിറം പകർന്ന ഒരു നേതാവായിരുന്നു അഹമ്മദ് യാസീൻ എന്ന് പറയുന്നത്. വലിയ വലിയ ശക്തികൾക്ക് മുമ്പിൽ, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുവിറക്കാതെ പോരാടാനുള്ള പ്രചോദനം നൽകിയ ഒരു നേതാവായിരുന്നു അന്ന് അവർക്ക് ഷഹീദായത്. അഹമ്മദ് ഷഹീദിന്റെ ജീവിതം എന്ന് പറയുന്നത് ത്യാഗങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഓർമ്മകൾ ഉറച്ചു തുടങ്ങും മുമ്പേ പിതാവ് നഷ്ടപ്പെട്ട ബാല്യകാലം, പ്രാഥമികമായ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പേ സ്വന്തം വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഒരു കൗമാരകാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കിലോമീറ്റർ ചതുരശ്ര ചുറ്റളവിലെ 20,000
10,000-ഓളം അഭയാർത്ഥികൾ താമസിക്കുന്ന ഒരു ക്യാമ്പിൽ ഞെരിഞ്ഞ് ജീവിക്കേണ്ടി വന്ന ഒരു കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഠനം മുന്നോട്ട് പോകാൻ കഴിയാതെ ചെറുപ്പത്തിൽ തന്നെ ജോലിയെടുത്ത് കുടുംബം പോറ്റേണ്ടി വന്ന ഒരു കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനിടയിലും പഠനം അദ്ദേഹം പൂർത്തിയാക്കി. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊരു കാര്യമായിരുന്നു. 16-ാം വയസ്സിലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലെ ഒരു പരിക്ക് പറ്റുകയാണ്. ആ പരിക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞു. പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിലെ അരക്ക് താലെ തളർന്നുപോയി അഹമ്മദ് യാസീനിന്. അങ്ങനെ വീൽ ചെയറിലായി പോയി ജീവിതം. പക്ഷേ അങ്ങനെ വീൽ ചെയറിലായി പോയ ജീവിതത്തിലെ നിരാശനായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചില്ല. പഠനവുമായി മുന്നോട്ട് പോയി. പഠനം പൂർത്തീകരിച്ചു. അധ്യാപകനായി ജോലി നോക്കി. അങ്ങനെ അധ്യാപകനായി ജോലി നോക്കുന്ന സമയത്താണ് ഫലസ്തീൻ മണ്ണുകളെ ഇസ്രയേൽ ഇങ്ങനെ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. അറബ് ഇസ്രയേൽ യുദ്ധത്തിലെ 967-ൽ കയ്യിലുണ്ടായിരുന്ന ഭൂമി കൂടി ഇസ്രയേൽ പിടിച്ചെടുത്ത ഒരു ഘട്ടത്തില് അഹമ്മദ് യാസീനിന്റെ ഉള്ളിലെ പോരാളി ജനിക്കുകയായിരുന്നു. അദ്ദേഹം ഫലസ്തീനികളെ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി. മസ്ജിദുൽ അബ്ബാസിയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങളെ ആവേശഭരിതരാക്കി. അദ്ദേഹം അവർക്ക് മുന്നിൽ വെച്ച ഏക കാര്യം എന്ന് പറയുന്നത് പോരാട്ടത്തിലൂടെ അല്ലാതെ ഫലസ്തീനിന്റെ വിമോചനം സാധ്യമല്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, അന്ന് അറബ് യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് അറബ് നാടുകളിൽ നിന്ന് വന്ന സൈന്യം ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വാങ്ങിവെക്കുകയുണ്ടായി. ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, അന്ന് ആ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ചരിത്രം ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ പോരാട്ടത്തിനെ ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന പല പോരാട്ട പ്രസ്ഥാനങ്ങളും അവരുടെ പോരാട്ടങ്ങൾ ഉപേക്ഷിച്ചു തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു. അവിടെ മുതൽ അദ്ദേഹം പുതിയൊരു പ്രസ്ഥാനത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് 987-ൽ ഹമാസ് ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഹമാസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇന്തിഫാദയുടെ ചരിത്രമാണ്. ഇന്തിഫാദ എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്. ഹമാസിന്റെ രൂപീകരണത്തിന് ശേഷം ഇസ്രയേലിനെതിരെ വമ്പിച്ച ആക്രമണങ്ങളെ പല രൂപത്തിലെ ഫലസ്തീനിൽ നിന്നുണ്ടാവുകയുണ്ടായി. ആ ആക്രമണങ്ങളിൽ പലപ്പോഴും ഇസ്രയേൽ പലപ്പോഴും പതറിപ്പോവുകയുണ്ടായി. ഇസ്രയേലിന്റെ ഏത് തെരുവിലും ഏത് സമയത്തും ഫലസ്തീനിന്റെ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന പ്രതീതികൾ ഉണ്ടാകാൻ തുടങ്ങി. അതിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തി ഇസ്രയേൽ 4 ഭാഗത്തു നിന്നും ഫലസ്തീനിനെ ഉപരോധിക്കുകയുണ്ടായി. ഗാസയെ ഉപരോധിക്കുകയുണ്ടായി. ആ ഗാസയിലേക്ക് ഒരു സഹായവും എത്താത്ത രൂപത്തിലെ എല്ലാ അതിർത്തികളും അവർ അടച്ചു കളഞ്ഞു. പക്ഷേ ഹമാസിന്റെ പോരാളി ആ ജനത ഭൂമിക്കടിയിലൂടെ വഴികൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ നിർമ്മിച്ചു. ആ തുരങ്കങ്ങളിലൂടെ അവർക്കാവശ്യമുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരുന്നു. ആ തുരങ്കങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഭൂമിക്കടിയിലേക്ക് ഉരുക്കുമതിൽ പണിയേണ്ടി വന്നു ഇസ്രയേലിന്. പക്ഷേ ആ ഉരുക്കുമതിലുകളെയും മറികടന്നുകൊണ്ടാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ മുന്നോട്ട് പോയത് എന്നതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രയേലിന് എത്ര ശ്രമിച്ചിട്ടും ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല, അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നശിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലെ അവര് ഭൂമിക്കടിയിലെ മറ്റൊരു ലോകം തന്നെ പണിതു വെക്കുകയുണ്ടായി. ആ ലോകത്ത് നിന്നുകൊണ്ടാണ് അവർ ഈ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പ്രചോദനം നൽകിയ നേതാവായിരുന്നു അഹമ്മദ് ഷഹീദ് എന്ന് പറയുന്നത്. മൊസാദ് അദ്ദേഹത്തെ നോട്ടമിട്ടു. അദ്ദേഹത്തെ വകവരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കി. 3 തവണയാണ് ചലിക്കാൻ തലമാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട് 3 തവണയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന്റെ ആത്മവീര്യത്തെ തകർത്ത് കളയുകയുണ്ടായില്ല. ജയിലിൽ വെച്ചുകൊണ്ട് 16 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയുണ്ടായി. ഈ പോരാട്ട പ്രസ്ഥാനം പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അഹമ്മദ് യാസീൻ അതിനു മുമ്പിലൊന്നും തളർന്നു പോയിട്ടില്ല. ജയിൽ മോചിതനായ ശേഷം അഹമ്മദ് യാസീൻ പറയുന്നുണ്ട്, ജയിൽ എന്ന് പറയുന്നത് കൈപ്പേറിയ അനുഭവങ്ങളുടെ ദിനങ്ങളാണ്. പക്ഷേ അതിന് പോസിറ്റീവായ ചില വശങ്ങളുണ്ട്. എന്റെ നാഥനുമായിട്ട് എനിക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരുപാട് സമയങ്ങൾ ജയിലിൽ എനിക്ക് കിട്ടുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഞാൻ മനഃപ്പാഠമാക്കിയത് ജയിലിൽ വെച്ചുകൊണ്ടാണ്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചത് ജയിലിൽ വെച്ചുകൊണ്ടാണ്. ഓരോ ഫലസ്തീനിയെയും നമ്മൾ മനസ്സിലാക്കണം. അത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ എങ്ങനെയാണ് പോസിറ്റീവായ അവസരമാക്കി മാറ്റുക എന്നതാണ് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി അവര് ചിന്തിക്കുന്നത് എന്നതാണ് അതിൽ നിന്ന്
നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഈ പോരാട്ട പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനിടയില് ഇസ്രയേൽ തീരുമാനിച്ചു, നേതാക്കളെ ഇല്ലാതാക്കിയാൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു കളയാമെന്ന്. അങ്ങനെയാണ് 2004 മാർച്ച് 22 സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അഹമ്മദ് ഷഹീദിന് നേരെ ഇസ്രയേലിന്റെ മിസൈൽ വന്നുകൊണ്ട് ആ ശരീരത്തെ നിശബ്ദമാക്കി കളയുന്നത്. ഉടനെ തന്നെ അടുത്ത നേതാവായ റന്തീസിയെയും അവർ ഇല്ലാതാക്കുകയുണ്ടായി. നേതാക്കളെ ഇല്ലാതാക്കിയാൽ ഈ പോരാട്ടത്തെ തകർക്കാൻ കഴിയും എന്നാണ് അവർ കണക്ക് കൂട്ടിയതെങ്കിൽ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് അബൂ ഉബൈദമാർ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവിടെ അവർക്ക് നേതാക്കളെ ധാരാളമായിട്ട് സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ പ്രതിരോധം ശക്തിപ്പെടാനേ വഴിയുള്ളൂ. കാരണം ഇസ്രയേലിന്റെ അധിനിവേശത്തിന് എത്ര വയസ്സാണോ ഉള്ളത് അത്ര തന്നെ വയസ്സുണ്ട് ഫലസ്തീനിന്റെ പ്രതിരോധത്തിനും എന്ന് പറയുന്നത്. അവിടെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇസ്രയേൽ എന്ന് പറയുന്ന അധിനിവേശകന്റെ അന്ത്യം കുറിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഡോക്ടറാകുന്നത്, അവർ എഞ്ചിനീയർ ആകുന്നത്, അവരങ്ങനെ പഠിച്ച് പല ഉദ്യോഗങ്ങളിലും എത്തുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന സ്വപ്നം കൂടി പേറിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു ജനത ലോകത്തിന് അത്ഭുതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ അത്ഭുതത്തോട് ഐക്യദാർഢ്യപ്പെടുകയാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട്. ആ ഐക്യദാർഢ്യത്തെ നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക, നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, നമ്മളുടെ നിലപാടുകളിൽ ഏറ്റെടുക്കുക. ഈ ലോകത്തെ അത്തരം അനീതികൾക്കെതിരെ, അക്രമത്തിനെതിരെ നിലകൊള്ളുന്ന, അങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുന്ന കൂട്ടത്തില് നമ്മളും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ലോകത്ത് തലയുയർത്തി ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ തലയുയർത്തി ജീവിക്കുന്നവർക്കാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഫലസ്തീൻ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. അള്ളാഹുവേ, അവരുടെ ചെറുത്തുനിൽപ്പുകൾക്ക് നീ കൂടുതൽ ശക്തി പകരണമേ നാഥ. അള്ളാഹുവേ, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈമാനികമായ കരുത്തും ഭൗതികമായ ശേഷിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അല്ലാ. അള്ളാഹുവേ, ക്രൂരരായ സയനിസ്റ്റുകൾക്ക് നീ നാശമുണ്ടാക്കണമേ നാഥ. അവരുടെ എല്ലാ ശക്തിയും നീ ചോർത്തിക്കളയണമേ അല്ലാ. അള്ളാഹുവേ, ആശുപത്രികൾക്ക് മേൽ ബോംബിട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളഞ്ഞ ക്രൂരരായ ആളുകളാണ് നാഥ സയനിസ്റ്റുകളായ ആളുകളെ. അവരോട് നീ എല്ലാ അർത്ഥത്തിലും അവർക്ക് നീ പകരം വിട്ടണമേ അല്ലാ. അള്ളാഹുവേ, അവരുടെ ശക്തി നീ ചോർത്തിക്കളയണമേ അല്ലാ. അവർക്ക് വമ്പിച്ച നാശമുണ്ടാക്കണമേ അല്ലാ. അള്ളാഹുവേ, അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നീ ശുഹദാക്കളായി സ്വീകരിക്കണമേ അല്ലാ. പരിക്കേറ്റ ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീ ധാരാളമായി പകരം നൽകണമേ അല്ലാ. അള്ളാഹുവേ, അവരെ കൊല്ലപ്പെട്ട മക്കൾക്ക് പകരമായി ധാരാളം മക്കളെ നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, മസ്ജിദുൽ അഖ്സയെ നീ വിമോചിപ്പിക്കണമേ നാഥ. അള്ളാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ, സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ നീ വീണ്ടും സ്വതന്ത്രമാക്കണമേ അല്ലാ. അള്ളാഹുവേ, ആ മസ്ജിദിൽ സന്ദർശിക്കുവാനും സുജൂദ് ചെയ്യുവാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ നീ തുണയ്ക്കണമേ നാഥ. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട് നാഥ. അവരെ നീ തകർക്കണമേ അല്ലാ. അവരുടെ ശക്തിയെ നീ ചോർത്തിക്കളയണമേ അല്ലാ. ഫലസ്തീനൊപ്പം നിലകൊള്ളുന്ന ആളുകൾക്ക് നീ കൂടുതൽ കരുത്ത് നൽകണമേ അല്ലാ. അള്ളാഹുവേ, പോരാട്ടങ്ങൾക്ക്, അത്തരം നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നീ തൗഫീക്ക് നൽകണമേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഫലസ്തീനികൾ പ്രകടിപ്പിക്കുന്ന ഈമാനും സമർപ്പണവുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ. പരീക്ഷണങ്ങളുടെ സമയം വരുമ്പോ അതിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകി ഞങ്ങളെ നീ സഹായിക്കണമേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വഅദില്ല الظلم والظالمين. اللهم انصر المجاهدين في فلسطين. اللهم انصر المجاهدين في فلسطين. اللهم دمر اعداءك اعداء الدين. اللهم عليك باليهود المعتدين. اللهم عليك باليهود المعتدين. اللهم عليك باليهود المحتلين. اللهم شتت شملهم. اللهم فرق جمعهم. اللهم زلزل اقدامهم يا جبار يا قهار. اللهم حرر المسجد الاقصى. اللهم حرر المسجد الاقصى. اللهم انصر اخواننا في سبيلك يا رب العالمين. ربنا تقبل منا دعاءنا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.